എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ കുറച്ച് ദിവസം ഒരാഴ്ച നിന്നിട്ട് നമ്മൾ കടക്കരയിൽ 2 ദിവസം 3 ദിവസം നിൽക്കാൻ കരുതി പോയതാണ്. അപ്പോൾ ദേ കുറച്ച് ഒരാഴ്ച കറക്റ്റായിട്ട് നിന്നിട്ട് നമ്മൾ ഇന്ന് കടക്കരയിൽ നിന്ന് തിരിച്ച് കൂട്ടാടേക്ക് എത്തിയേക്കണം കേട്ടോ. സാധാരണ ഞങ്ങൾ എപ്പോഴും കടക്കരയിൽ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെയാണ് വരാറ്, ഉച്ചക്ക് ചോറിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വരാറ്. ഇന്ന് പക്ഷേ ഇത്തിരി നേരത്തെ പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇവിടെ വന്നിട്ട് കുറച്ച് ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് രാത്രി നമ്മുടെ തുഞ്ചേട്ടൻ എത്തോട്ടെ. തുഞ്ചേട്ടൻ ഒരു 2 ആഴ്ച കൂടുതലായി പോയിട്ട്. അപ്പം ഇവിടെ ഒരാൾ പയ്യെ പതുങ്ങി വന്നി. അപ്പം 2 ആഴ്ച കൂടുതലായി പോയിട്ട് ചേട്ടൻ. അപ്പം ഇന്ന് രാത്രി എത്തും. അപ്പം അതിന് മുമ്പ് നമുക്ക് വേഗം തന്നെ നമ്മുടെ വീട്ടിലെ ഒതുക്കൽ പെറുക്കലൊക്കെ ചെയ്യാൻ. ഒരു 2 ദിവസം പോയാൽ തന്നെ നമുക്ക് കുറെ പണികളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ പണി വളരെ അപ്പോൾ ഒരാഴ്ചത്തെ കുറെ അധികം പണികളൊക്കെ ഉണ്ട്. പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും പാമ്പുകളുടെ ശല്യം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പോൾ നമുക്കൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാമെന്നൊക്കെ കരുതി ഞങ്ങൾ വേഗം തന്നെ പോന്നിട്ട് ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ നമ്മൾ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിക്ക് നമുക്കൊരു പണിയൊക്കെ കിട്ടി. കുറച്ച് 1 മണിക്കൂർ മുന്നേ പുറപ്പെട്ടതാണ്, പക്ഷേ ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കാണട്ടെ. നാളെ തുഞ്ചേടൻ വന്നിട്ട് തുഞ്ചേടനും കൂടി ഉള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. കുറെ ദിവസമായി നമ്മുടെ കമന്റിൽ കാണുന്നുണ്ട്, സുനിനെ കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായല്ല. നമ്മള് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് ഫോൺ വന്നത്. അപ്പൊ ഇനി നമുക്ക് അധികം കഥകളൊക്കെ പറഞ്ഞ് സമയം കളയേണ്ട, നമുക്ക് വേഗം ഒതുക്കിപ്പെറുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒതുക്കിപ്പെറുക്ക് നമുക്ക് വേറെ കുറച്ച് എറാത്തൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് പൊടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പട്ടികളുടെ ഭയങ്കര ശല്യമായതുകൊണ്ട് അമ്മ ചെരുപ്പൊക്കെ എടുത്ത് അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിക്കണം. പിന്നെ നമ്മൾ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നനയാക്കാനുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കണം. നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ക്ഷീണിച്ചിരിക്കണം. അപ്പം അവർക്കൊക്കെ കുറച്ച് ബൂസ്റ്റർ കൊടുക്കണം. പിന്നെ അടുക്കളയിലോട്ടൊക്കെ വന്നുള്ളൂ കേട്ടോ. അമ്മയാണെങ്കിൽ നമുക്ക് മീൻകറിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കറി ഉണ്ട്, ചോറ് മാത്രം വെച്ചാൽ മതി. മീൻകുട്ടന്മാരൊക്കെ ഇവിടെ നല്ല അർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കണ്ട്. തീറ്റ ഇട്ട് കൊടുക്കാറുന്നില്ല സുധോ? കൊടുക്കണം. അങ്ങനെ ഇനി നമുക്ക് വാതിലൊക്കെ തുറന്ന് ചൂടാണ്ട, ഭയങ്കര ചൂടാണ്. എന്താന്ന് വെച്ചാൽ നമ്മള് ഇത്രയും ദിവസം അടച്ചിട്ട് പോയതുകൊണ്ട് പുഴുങ്ങൂന്നോന്നുണ്ട് ഞങ്ങളിപ്പോ. എന്താന്ന് വെച്ചാ ഇനിയിപ്പോ ഇത്രയും ദിവസം അടഞ്ഞിടന്നതിന്റെ ആ ഒരു പുഴുക്കുണ്ടാവും. ഒന്ന് തുറന്നൊക്കെ ഇട്ട് ഒന്ന് മെന്നാക്കി സെറ്റാക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹായ്. അപ്പോൾ ദേ ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനിടയ്ക്ക് കുറേ പുക കുറേ അങ്ങാടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്ന്. എനിക്കൊന്ന് പഞ്ചായത്തിൽ പോകേണ്ടി വന്ന്. തുടച്ച് പകുതി ആക്കിയിട്ടിട്ട് പഞ്ചായത്തിൽ പോയി. പിന്നെ ഓടിപ്പടഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 5:45 അപ്പോൾ അതേ നമ്മളിപ്പോൾ റെഡിയായിട്ട് ഇപ്പം നമ്മളൊരു 7 മണിയായിട്ടുണ്ട് റെഡിയായിട്ട്. നമുക്കിന്നൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ്. ഇപ്പം നമുക്ക് കണ്ണൻ്റെയും ശ്രുതിയുടെയും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വലിയ ഗംഭീര പരിപാടിയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഗംഭീര പരിപാടികളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇപ്പം നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ആളൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പോണ വഴിക്ക് കേക്ക് മേടിക്കണം. പിന്നെ ചെറിയൊരു കുഞ്ഞ് സർപ്രൈസൊക്കെ ആയിട്ട്. സർപ്രൈസുകളൊന്നുമില്ല, ആരും ഒന്നും ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും മേടിക്കേണ്ടെന്ന് എല്ലാവരും പരസ്പരം അങ്ങടും പറഞ്ഞിരിക്കുകയാണ് സന്തോഷത്തിന് വേണ്ടി. അതെ, നമുക്കൊരു കേക്കും ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ഒരു ഹർത്താലൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ 2-3 കടകളൊക്കെ തപ്പണ്ട വരും കേക്ക് മേടിക്കാനായിട്ട്. അപ്പം എന്തായാലും നമുക്ക് പോയാലാ. പോയിട്ട് ബാക്കി കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. ചിലപ്പോൾ ഒരുപോലെ തന്നെ വീഡിയോ കണ്ണന് എടുക്കണുണ്ടാവും വീഡിയോ. അപ്പം ചെറിയ രീതിയിൽ ഒരുപോലെയൊക്കെ വരും. അപ്പം നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് പോണ വഴിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. കിട്ടുമോ നോക്കാം. നമുക്ക് കേക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് പോകാമെന്ന് കരുതി. അമ്മ എന്തായാലും വരും. നമുക്കറിയാം കേക്ക് മേടിക്കണത്. കണ്ണനും അറിയാം കേക്ക് മേടിക്കുമെന്നൊക്കെ അറിയാം. സർപ്രൈസോ അങ്ങനെയൊന്നുമല്ല. സർപ്രൈസ് എൻ്റെ വക ഒരു കൊച്ചു സർപ്രൈസ് ഞാൻ വെച്ചേക്കണതാണ്. കേക്ക് കണ്ണൻ പറഞ്ഞിട്ട് ഞാൻ മേടിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പോയാലാ. ചൂട് രക്ഷിതെന്ന് പാൻറ് ഇടാൻ പറ്റുള്ള ടോപ്പ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുള്ള. ഭയങ്കര ചൂടെടുത്തിട്ടേ ലൂസായിട്ട് എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കണല്ലേ. ഇനി നാളെ വേണം അതിരുന്ന് അഴിച്ചഴിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനുണ്ട്. അല്ലെങ്കിൽ ഇട്ടത് തന്നെ പറ്റുള്ള. ഒന്നാമത് ഇത്രയും ദിവസം അടച്ചിട്ടേക്കണായിരുന്നില്ലേ. അപ്പം അടച്ചിട്ടേക്കണോണ്ട് അവധിപ്പെടുത്തിട്ട് രക്ഷയില്ല. ഇനി എന്തായാലും നമുക്ക് സമയങ്ങളെ പോവാ.
ഞങ്ങൾ ആദ്യം തന്നെ നമ്മളൊരു ചെറിയ കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ല, ആ ഗിഫ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്, ഹർത്താലായതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ ഈ വെജിറ്റബിൾ കടയിൽ കൊടുത്തേപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് കേക്കിന് ഓർഡർ ചെയ്തിട്ടാ. സുധുവാണ് ആ ഗിഫ്റ്റ് പോയി വാങ്ങിച്ചത്. കേക്കിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേക്കാണെങ്കിൽ ഒരുപാടൊന്നും അന്വേഷിച്ചെടുക്കേണ്ട വന്നില്ല. നമുക്കവിടെ മൂലൻസിൽ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഏത് ആഘോഷം എന്ത് പരിപാടി വന്നാലും സുധുവിൻ്റെ വക ആർക്കായാലും ശരി ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരിക്കും. എവിടെ ബർത്ത്ഡേ ഉണ്ടോ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ, സുധുവിൻ്റെ വക പണ്ട് മുതലുള്ള പരിപാടിയാണ് കേട്ടോ ഒരു ഡയറി മിൽക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാനൊരു ഡയറി മിൽക്ക് വാങ്ങിച്ച് അങ്ങനെ മൂലൻസിൽ നോക്കിയപ്പോൾ അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള നേരമില്ല നമുക്ക്. പിന്നെ അത് വേഗം തന്നെ പോയിട്ട് ഒരു ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, നല്ല മാംഗോയുടെ ജ്യൂസൊക്കെ നല്ല ഓഫറിന് കിട്ടാറുണ്ട് മൂലൻസിൽ. അങ്ങനെ ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വേഗം തന്നെ സുധുവിൻ്റെ വീട്ടിൽ വന്ന് അവിടെ വന്ന് കുറേ നേരം വർത്താനോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, സുധപ്പനാണെങ്കിൽ ഡയറി മിൽക്കും ഗിഫ്റ്റും കൂടി എടുത്ത് റൂമിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പക്ഷേ ദേ നമ്മുടെ ഈ കുഞ്ഞുമണി ഉണ്ടല്ലോ, അവള് അത് കണ്ടുപിടിച്ച്. ഇവളാണ് നമ്മുടെ ആകാശിൻ്റെ കണ്ണൻ്റെ കൂട്ടുകാരൻ ആകാശിൻ്റെ മകളാണ് കേട്ടോ. അവളത് കണ്ടുപിടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ സുധു പറഞ്ഞ് സാറില്ല കഴിച്ചോ. സുധു ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കാരണം സുധുവിന് താഴെ അനിയനോ അനിയത്തിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുധു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റക്കാണല്ലോ കിട്ടണത്. അപ്പോൾ അവനിനി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യോ ഇല്ലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഇല്ല കേട്ടോ, അവൻ വലുതായതുകൊണ്ടാണോ ചെറുതിലേ മുതൽ അവനങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അങ്ങനെ ഇടിച്ച് നൊലൊളിക്കുക കരച്ചിലൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സുധു പറഞ്ഞ് കഴിച്ചോ വാവ കഴിച്ചോട്ടാ അതൊക്കെ കൊച്ചിനോട് പറയുണ്ടായി. പിന്നെ ഞാൻ കേക്കൊക്കെ താഴെ നിന്ന് മുകളിലേക്ക് എടുത്തുകൊണ്ട് വന്ന്, മുകളിലാണല്ലോ അവർ, ആ മുകളിലെ റൂമിലാണ് AC ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് കിടക്കണത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വേഗം കേക്കൊക്കെ കട്ട് ചെയ്യുക. കൊച്ച് എപ്പോഴാണ് ഇടയണേന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവൻ ആ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് തന്നെ നൈസായിട്ട് ഇടഞ്ഞെന്ന്. എന്നാലും സാരമില്ല, കേക്കൊക്കെ ഭംഗിയായിട്ട് കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണേ കേട്ടോ. അപ്പം ഇങ്ങനെ അതേ കണ്ണനാണെങ്കിൽ നമ്മുടെ കൊണ്ടാട്ടത്തിലേക്ക് വീഡിയോ എടുക്കണ തിരക്ക്. സുധപ്പന് 2 കയ്യിലും 2 ഫോണൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അമ്മമാർ 2 പേരും അച്ഛനെയും നന്ദുവിനെയും എല്ലാവരെയൊക്കെ വിളിച്ച്, നന്ദു ആണെങ്കിൽ പുറത്താണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ നന്ദുവിനെ മിസ് ചെയ്യുമല്ലോ നമ്മൾ. ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് നന്ദുവിനെ കൂടുതലായിട്ട് മിസ് ചെയ്യോട്ടെ. കാരണം ഞാനും നന്ദുവും കൂടിയാണ് ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരേ നന്ദു അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമോ, സർപ്രൈസ് കൊടുക്കാൻ നന്ദുവിനും എനിക്കും ഒരു പ്രത്യേക ഇതാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നന്ദു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളിൽ മിസ്സിങ് വരാറുണ്ട്. പിന്നെ ശ്രുതിക്കാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എനിക്ക് ഇത്ര മിസ്സിങ് വരുമ്പോൾ പിന്നെ അവളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നട്ടി ബബിളായിരുന്നു കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്കൊക്കെ അങ്ങനെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി കറിയൊക്കെ വെച്ചിട്ടുണ്ടായി, ചിക്കൻ കറിയൊക്കെ. പിന്നെ നന്ദു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ കായികാര്യങ്ങൾ മുഴുവനും ഞാനാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടാവും അടുക്കളയിൽ. പിന്നെ ഇത് ആകാശ് കൊടുത്തൊരു ഫോട്ടോ ഫ്രെയിമും ആദ്യം കണ്ട ഒരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിമുമാണ് ഞാൻ കൊടുത്തിട്ട്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം ഹർത്താലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ആ ബാക്കി വന്ന കേക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ച കേക്കുകളൊക്കെ ഞങ്ങൾ കഴിക്കണേട്ടാ. പിന്നെ അതിന് ശേഷം ഞാനും അമ്മയും എല്ലാവരും 1 by 1 ആയിട്ടാണ് കഴിക്കണത്, ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ